യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം നാടിനി മുതലാണിനൊരു നിഴലാവതൊരു കഥയായി നാടിനൊരു നവജീവ സങ്കര ഭീതി ഉണരുകയായി മൂടുമിരുളിലുമേതു മറവിലുമാകെ കതിരുകളായി മാറി വരുമൊരു മൂല്യ സംക്രമരാശി വിടരുകയായി അലസത വിടയാം അമലത കളയാം പുതുതാടാകാശം തരിശുകൾ ഹരിതൻ മനസ്സുകൾ സഫലം തുടരാം ഈ യജ്ഞം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം പുതു തുടക്കം Yatra Naristu Pujyante Ramande Tatra Devadaye. Where women is worship, there lies a bod of goddess. Everyday Stri Aradhikyaപ്പെടുന്നു അവിടം ദേവതകളുടെ വാസസ്ഥാനമായി മാറുന്നു. ആരാധനയിൽ നിന്ന് അടിമത്തത്തിലേക്കും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും വന്ന ചരിത്രമുണ്ട് സ്ത്രീക്ക് പറയാൻ. കേഴുക എന്നതല്ല കഴിവ് തെളിയിക്കുക എന്നതാണ് പുതിയ വിജയമന്ത്രമെന്ന് സ്ത്രീ ഉൾക്കൊണ്ടു തുടങ്ങിയതോടെ തൊട്ടതെല്ലാം പൊന്ന്. അതെ, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു കൂട്ടം വനിതകളുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും സ്വാഗതം. സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ്. മലയാളത്തോടൊപ്പം കന്നഡയും തുളുവും കൊങ്ങിണിയുമൊക്കെ സംസാരിക്കുന്നവരുടെ നാട്. വടക്കേ മലബാറിന്റെ അതിർത്തി ഗ്രാമമായ ബേഡടുക്കയിൽ നിന്നെത്തിയ വീരാംഗനമാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബേഡടുക്ക CDS മൊത്തം ADS 17, അയൽക്കൂട്ടം 324, BPL അംഗങ്ങൾ 3303, APL അംഗങ്ങൾ 2387, SC അംഗങ്ങൾ 33, ST അംഗങ്ങൾ 895. മലയാളത്തോടൊപ്പം കന്നഡയും തുളുവും കൊങ്ങിണിയുമൊക്കെ സന്ദർഭോചിതമായി തന്നെ സംസാരിച്ച് നാടിനെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു കൂട്ടം ചേച്ചിമാർ ഇവിടെയുണ്ട്. അവരുടെ ഭാഷയിൽ തന്നെ നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ನನ್ನ ಪುದರ್ ಬಿಂದು ಭಾಸ್ಕರೆ ಬೇಡ್ಕ ಗ್ರಾಮ ಪಂಚಾಯತ್ CDS ವೈಸ್ ಚೇರ್ಪರ್ಸನ್. എൻ്റെ പുതർ രാധാരവി NRG ഉപസമിതി കൺവീനറാത് പ്രവർത്തിക്കുന്നു. എൻ്റെ പേര് രമണി, ബേഡ്ക ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ചെയർപേഴ്സൺ. എൻ്റെ പേര് SV ഇന്ദിര, ബേഡ്ക ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ. എൻ്റെ പേര് സുകുമാരൻ, ബേഡ്ക ഗ്രാമപഞ്ചായത്ത് മെമ്പർ. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ
ഡോക്ടർ കെ.പി. കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത പി. ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ മിനി സുകുമാരൻ, മാധ്യമപ്രവർത്തക ശ്രീമതി സരിത എം. വർമ്മ, കഥാകൃത്തും സംവിധായകനും നടനുമായ ശ്രീ മധുപാൽ. ഇനി ഇവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് വിശദമായി നോക്കാം. ചർച്ചയിലേക്ക്. ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി ഉള്ള ഡോക്യുമെൻ്ററി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിശദമായിട്ട് ചർച്ചയാവാം. അപ്പോൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ശിങ്കാരി മേളം അല്ലേ? അതെ. വളയിട്ട കൈകൾ അസുരവാദ്യമായ ചെണ്ടയിൽ മേളപ്പെരുക്കം തീർക്കുന്നത് കാഴ്ചക്കാരന് എന്നും കൗതുകം തന്നെയാണ്. ശിങ്കാരി മേളത്തിലൂടെ തൊഴിലും വരുമാനവും കണ്ടെത്തുന്ന ഒരു കൂട്ടം വനിതകളെ നമുക്ക് പരിചയപ്പെടാം. അവരുടെ ദൃശ്യങ്ങളിലേക്ക്. ബേഡെടുക്കയിലെ 24 വനിതകൾ വാദ്യകലയിൽ വിസ്മയം തീർക്കുകയാണ്. ചെണ്ടമേളത്തെ ഒരു ജോലിയായി സ്വീകരിച്ച് കേരളത്തിനകത്തും പുറത്തും ശിങ്കാരിമേളം അവതരിപ്പിക്കുന്ന ബേഡകം വനിതാ ശിങ്കാരിമേളം ഈ സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച മേളം. ശിങ്കാരിമേളത്തിന്റെ സൗന്ദര്യം വാദ്യകലയും നൃത്തച്ചുവടുകളും സമന്വയിപ്പിക്കുന്നു എന്നതാണ്. പ്രായത്തെ മറികടന്ന് പുതിയ കലാരൂപം പഠിച്ചെടുത്ത് പൊതുവേദികളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് വ്യത്യസ്തമായ ഒരനുഭവവും അനുഭൂതിയുമാണ് ഇവർക്ക്. സ്വർണവർണ്ണത്തിലുള്ള നെയ്മുളി വളർന്നു നിൽക്കുന്ന കുണ്ടം കുഴിയിലെ പാറപ്പുറത്തുകൂടെ നടന്നു നീങ്ങുന്ന ശിങ്കാരിമേളക്കാർ വടക്കൻ കേരളത്തിന് ഒരു പുതുമയായിരുന്നു. വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട പ്രായത്തിൽ ചെണ്ടകൊട്ടി പഠിക്കണോ എന്ന ചോദ്യമുയർത്തിയവർക്ക് മുന്നിൽ ശിങ്കാരിമേളത്തിന്റെ പുതിയ കാഴ്ച സമ്മാനിച്ചു. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളുള്ളവർ, വിധവകൾ, ദാരിദ്ര്യം കൊണ്ട് പൊറുതുമുട്ടിയവർ, അടിച്ചമർത്തപ്പെട്ടവർ. പക്ഷെ ഇവിടെ ഇവർ എല്ലാ ദുരിതങ്ങളും മറക്കുന്നു. കാലത്തിനൊപ്പം സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ വിജയത്തിന്റെ ലോകത്തിലേക്ക് മേളപ്പെരുക്കത്തോടെ കൊട്ടിക്കയറുന്നു. അതിന് വഴിയൊരുക്കിയത് കുടുംബശ്രീയാണ്. ഒപ്പം ബേഡെടുക്ക പഞ്ചായത്തും ബേഡെടുക്ക CDSും. അപ്പോൾ നമ്മൾ പ്രായം നമുക്ക് ഈ ശിങ്കാരി മേളത്തിനൊരു പ്രശ്നമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ അനുഭവത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി കഴിഞ്ഞത്. പിന്നെ ഇതുവരെ പുരുഷന്മാർ മാത്രം കൈയടക്കിയ ഒരു മേഖലയാണ് ശിങ്കാരി മേളം. പഞ്ചായത്തിൻ്റെതെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്തിൻ്റെയാണ് മെമ്പർമാരെ നല്ലൊരു സഹകരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഇത് നല്ല മുമ്പിലോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു മാസക്കാലം ഇവർക്ക് പരിശീലനം നൽകിയത്. 100-ലധികം വേദികളിൽ ഇവർ ശിങ്കാരിമേളം അവതരിപ്പിച്ചു. മേളമില്ലാത്ത സമയങ്ങളിൽ കശുവണ്ടി യൂണിറ്റിൽ പണിയെടുക്കുന്നവർ, കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നവർ, കൂലിപ്പണിക്ക് പോകുന്നവർ, സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ളവരുടെ ശിങ്കാരിമേളം. ശിങ്കാരിമേളം ഇവർക്ക് നൽകുന്നത് അധിക വരുമാനം കൂടിയാണ്. ഇവർ പഠിച്ചെടുത്ത മേളം പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സമയം കണ്ടെത്തുന്നുമുണ്ട്. പുതിയ പ്രതിഭകളെ വാർത്തെടുക്കാൻ ചെണ്ടയും ഇലത്താളവും മറ്റും വാങ്ങുന്നതിന് പഞ്ചായത്ത് ഇവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകി. ശിങ്കാരിമേളത്തോടൊപ്പം ബേഡെടുക്ക CDS ബാലസഭാ കുട്ടികളുടെ ബാൻഡ് മേള ട്രൂപ്പും തയ്യാറാക്കി. ബേഡെടുക്ക പഞ്ചായത്തിലെ കുടുംബശ്രീ പുതിയ ജീവിത താളം സ്വായത്തമാക്കി. മാറ്റത്തിന്റെ താളം, വിജയത്തിന്റെ താളം. ചെയർപേഴ്സൺ, താളാത്മകമായിട്ടാണ് തുടക്കം. എന്ത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള കാരണം? പുതുമയാർന്നൊരു സംരംഭം എന്നുള്ള രീതിയിലും കാലാകാലങ്ങളായി പുരുഷന്മാർ മാത്രം കൈയടക്കിയിരുന്നൊരു മേഖലയായിരുന്നു ഇത്തരം സംരംഭങ്ങൾ, ശിങ്കാരിമേളം. അപ്പോൾ അത് സ്ത്രീകൾക്കും ഇതിന് കഴിവുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അധിക വരുമാനം സ്ത്രീകളിലൂടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംരംഭത്തിന് ഒരു തീരുമാനം. കലാപരമായിട്ട് കഴിവുള്ള വനിതകളെ കണ്ടെത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് CDS കഴിഞ്ഞിട്ടുള്ളത്. 2 വർഷമായി. 2 വർഷം.
അപ്പോൾ ഈ ഒരു മാസത്തിൽ എത്ര പരിപാടി കിട്ടും? ഒരു മാസത്തിൽ കൃത്യമായിട്ട് അല്ലെങ്കിലും 4-5 പരിപാടി ഒരു 4-5 കിട്ടും. ഒരു പരിപാടി ഈ 2 വർഷത്തിനിടയിൽ തന്നെ 100ഓളം പരിപാടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വർഷത്തിലോ? ഈ 2 വർഷത്തിൽ ആരംഭം മുതൽ. അപ്പോൾ 50 പരിപാടി ഒരു വർഷം. 50 പരിപാടി മാസം 4 പരിപാടിയായി. ഒരു പരിപാടിക്ക് പോയാൽ എത്ര വരുമാനമാണ്? നമ്മുടെ ജില്ലയിൽ നിന്ന് പുറത്ത് കർണാടകത്തിൽ നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ 45,000 രൂപ ഒരു ദിവസത്തിനാണ്. ഒരു ദിവസത്തിന് ഒരു പ്രോഗ്രാം. കാസർഗോഡ് തന്നെ ആണെങ്കിലോ? കാസർഗോഡ് തന്നെ ആണെങ്കിൽ 10,000 രൂപയും വണ്ടി വാടകയും. 24 പേരാണ് ഉള്ളത്. അപ്പോൾ അതിൽ 10,000 രൂപയും വണ്ടി വാടകയും കിട്ടുമ്പോൾ നമുക്ക് ഒരാൾക്ക് വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല എങ്കിലും ആദ്യം തുടക്കമായതുകൊണ്ട് നമുക്ക് ഒരു വരുമാനമല്ല പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കാൻ സ്ത്രീ ശാക്തീകരണത്തിലൂടെ സാധിച്ചല്ലോ എന്നുള്ളൊരു അഭിമാനം നമുക്ക് ഇതിൽ ഉണ്ടായിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ ആളുകളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും കഴിയും. വരും തലമുറകൾക്ക് ഈ പരിശീലനം നമ്മൾ നടത്തുന്നുണ്ട്. കൊള്ളാമല്ലേ സരിത അല്ലേ? ചേർന്ന കൊള്ളാമെന്നുണ്ടോ? ഇത്ര വയസ്സുകാലത്ത് നേരത്തെ അനുഭവത്തിൽ പറഞ്ഞ പോലെ 50 വയസ്സ് കഴിഞ്ഞ ആളുകളടക്കം ഈ സംരംഭത്തിലുണ്ട്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനം തന്നെയാണ്. ഒരു 2 മാസത്തിനകം നമ്മൾ ആ സംരംഭം പരിശീലിപ്പിച്ച് എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ അംഗങ്ങളെ കണ്ടെത്തിയത്? ആൾക്കൂട്ടം മുഖാന്തരം കലാവാസനകളെ മുന്നോട്ട് വന്നതാണോ നമ്മൾ കണ്ടുപിടിച്ചതാണോ? നമ്മൾ അങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി താല്പര്യമുണ്ട്. അത് നമ്മൾ സബ് കമ്മിറ്റി ചേർന്ന് സംരംഭങ്ങളിൽ ആരംഭിക്കുന്ന സമയത്ത് തന്നെ അയൽക്കൂട്ട മുഖാന്തരം നമുക്ക് ആളുകളെ സെലക്ട് ആക്കുന്നുണ്ട്. നേരത്തെ എന്തെങ്കിലും പരിശീലനം ഉള്ളവരായിരുന്നു? ഇല്ല, നേരത്തെ പരിശീലനം ഒന്നും കിട്ടിയില്ല. നമുക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. മുമ്പേ അമ്പലങ്ങളിലെല്ലാം പോകുന്ന സമയത്ത് ഈ പഞ്ചവാദ്യമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് അത് നമ്മളെ പഞ്ചായത്തിൻ്റെ കൊളത്തൂർ വാദ്യ സംഘത്തിൻ്റെ ആളുകൾ അവരെല്ലാ പരിപാടിക്കും ഇങ്ങനെ പോകുന്നതാണ്. അവരോട് മാസം പഠിച്ചാലാണ് ഒരു മേളക്കാരി ആവാൻ പറ്റുക? നമ്മ 34 ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് പഠിച്ചോ? അതെ. അത് ശരി. എത്ര സമയം എടുത്തിരുന്നു ഒരു ദിവസത്തെ ട്രെയിനിങ്? 2 മണിക്കൂർ. എല്ലാ ദിവസവും 2 മണിക്കൂർ വെച്ച് ചെയ്തിരുന്നു അല്ലേ? അല്ല, ഉള്ളിൽ ഒരു താല്പര്യമുണ്ട്. അത് താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ വേഗം പഠിച്ചു എന്നുള്ള രീതിയിൽ അവരെന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര വേഗം പഠിച്ച ആള് വേറെ ആരും ഉണ്ടായിട്ടില്ല. നല്ല ടീമാണ്, നല്ല ടീം. ഒരു ഒഴുക്ക് കാണാൻ സാധ്യതയുണ്ട്. കാരണം കൃത്യമായിട്ട് നല്ലൊരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഉള്ളത്. ഇങ്ങനെ ഒരു സംരംഭം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വനിതകളുടെ ഒരു ടീം കാണുന്നത്. അപ്പം നമുക്ക് നല്ല അഭിപ്രായം പല സ്ഥലത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കിട്ടുന്നത് എന്തിൻ്റെയാണ്? സർക്കാർ പരിപാടികളാണ്? സർക്കാർ പരിപാടി, വാർഷികങ്ങൾ, പിന്നെ ഉത്സവ ആഘോഷങ്ങൾ, അതുപോലെ പാർട്ടി സമ്മേളനങ്ങൾ വരുന്ന സമയത്ത്. അതുപോലെ പോകുമ്പോൾ അങ്ങനത്തെ പോകുമ്പോൾ ഈ മതപരമായ റെസ്ട്രിക്ഷൻ കൊണ്ട് സ്ത്രീകളെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ? അങ്ങനെയില്ല. അല്ല, ചെണ്ട കൊട്ടുന്നതിന്റെ അല്ല, സ്ത്രീകൾ ഈ അമ്പലത്തിനകത്ത് പോകുന്നില്ല. നമ്മൾ 24 ആളെ എടുത്തിട്ടുണ്ട്. അത് 20 ആളെ ഈ സംരംഭത്തിൽ വേണ്ടു. അപ്പോൾ 4 ആൾ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പകരം സംവിധാനം എന്നുള്ള രീതിയിൽ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പൊ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടീം വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ലിമിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് പഠിപ്പിച്ച് വലിയൊരു ടീം ഉണ്ടാക്കാം. എപ്പോ വേണമെങ്കിലും ആളുകൾ വിളിച്ച് പല സ്ഥലത്തേക്ക് കുട്ടികളെയും കൂടെ ചേർത്ത് പഠിപ്പിച്ചുകൊണ്ട് അതെ, കുട്ടികൾക്ക് ഇപ്പൊ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് കൂടുതൽ വേഗം കൈ വഴങ്ങുന്ന ഒരു ഇതുണ്ടാവും. അതുകൊണ്ട് കുട്ടികൾ നമ്മളെ ഈ സംരംഭം കണ്ട് കുട്ടികൾ ഇതിനോട് താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. നമ്മളെ സംരംഭത്തിലില്ല അംഗങ്ങളുടെ കുട്ടികൾ തന്നെ ഇതിൽ കൊട്ടാൻ വേണ്ടി താല്പര്യം. അതെ, പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബാൻഡ് സെറ്റ് സംരംഭം കൂടി ബാലസഭ കുട്ടികൾക്ക് ഞങ്ങളെ സംരംഭം കണ്ടിട്ട് അവർക്കും താല്പര്യം വന്നു. അതുകൊണ്ട് നമ്മൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ബാൻഡ് സെറ്റ് തുടങ്ങാനുള്ള 2 ലക്ഷം രൂപ പഞ്ചായത്ത് തന്നെയാണ് അനുവദിച്ചിട്ടുള്ളത്. ബാലസഭ കുട്ടികളെ ആരെ പഠിപ്പിച്ചു? കൊണ്ടുവന്നു. നമ്മളെ പഞ്ചായത്തിനകത്ത് തന്നെ ഉണ്ട് അത്തരം ടീമുണ്ട്. അപ്പൊ അവരോട് ഇവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. കുടുംബശ്രീയിലെ സ്ഥിരമായിട്ട് മിക്കവാറും യൂണിറ്റുകളെല്ലാം ഈ ശിങ്കാരിമേളം തന്നെ എടുക്കുന്നതിന്റെ കാരണം എന്താ? ഇതൊരു ടീം ആദ്യമായിട്ടുള്ളൊരു ടീമാണ്, പുതുമയാർന്ന പരിപാടി എന്നുള്ള രീതിയിൽ. കുടുംബശ്രീ യൂണിറ്റുകളിൽ പല സ്ഥലങ്ങളിലും ശിങ്കാരിമേള ഉണ്ട്. പല സ്ഥലങ്ങളിലുണ്ട്. ആദ്യമായിട്ട് തുടങ്ങിയത് നമ്മളെ പഞ്ചായത്തിൽ തന്നെ സാർ. നിങ്ങളുടെ പഞ്ചായത്തിൽ? അതെ. അത് കണ്ടതിന് ശേഷമാണ് ബാക്കിയുള്ള പഞ്ചായത്തും ഇതിനോട് താല്പര്യപ്പെട്ട് വരുന്നത്.
നിങ്ങളുടെ പ്രധാന പ്രവർത്തനം എന്തൊക്കെയാണ്? പ്രധാന പ്രവർത്തനം ആശ്രയ പദ്ധതി, താഴേക്കിട നിരാലംബരും മറ്റാരും സംരക്ഷിക്കാനില്ലാത്ത ആളുകളെ കണ്ടെത്തിക്കൊണ്ട് നമ്മളെ പഞ്ചായത്തിനകത്ത് ആദ്യം 44 കുടുംബങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എങ്കിലും ജില്ലാ മിഷൻ ഒരു പരിധി പറഞ്ഞിട്ടുണ്ട്, ഇത്ര ആളുകളെ ആവാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ. ആ പ്രോജക്റ്റിനനുസരിച്ചുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് 44 കുടുംബങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് പിന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ, വീട്, അതുപോലെ കുടിവെള്ളം, കക്കൂസ്, വസ്ത്രം, ചികിത്സാ സഹായങ്ങൾ ഒക്കെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്താ ഇതിലോട്ട് വരാനുള്ള ഒരു കാരണം എന്നുള്ള രീതിയിൽ ഞാനൊരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് ജനിച്ചത്. അതിപ്പോ ഇപ്പൊ ആയതുകൊണ്ട് സാർ, പിന്നെ എനിക്കാണെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യാനുള്ളൊരു സാമ്പത്തികം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ മരിക്കുന്നത്. പിന്നീട് അമ്മയും 15 വയസ്സുള്ള ആങ്ങള ആണ് പിന്നീട് നമ്മളെ കുടുംബം പോറ്റിയത്. അപ്പോൾ 15 വയസ്സുള്ള ഏട്ടൻ 8ാം ക്ലാസ്സിൽ നിന്ന് പിന്നെ വിദ്യാഭ്യാസം മതിയാക്കി ഞങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് അവന് പണിക്ക് പോയി. അങ്ങനെയാണ് ഞങ്ങളെ ജീവിതം ഉണ്ടായത്. 8ാം ക്ലാസ് വരെ 3 പേരേ ഉള്ളോ? അല്ല, 5 പേര്. എൻ്റെ അമ്മക്ക് 5 പേര്, 3 പെണ്ണും 2 ആണും. ഞങ്ങൾ ഓരോരുത്തരും ജനിക്കുന്ന ആൾക്ക് ഞങ്ങളെ നോക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വിദ്യാഭ്യാസം, ഏട്ടന്മാരുടെയും വിദ്യാഭ്യാസം കുറച്ച് വരുന്നൊരു സ്ഥിതി. അവർക്ക് പിന്നീട് പഠിക്കാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നോട് 8ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പോൾ കൂടുതൽ പഠിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു, എങ്കിലും പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തികം ഇല്ല. അല്ല, പിന്നെ 2 കൊല്ലം ഞാൻ എന്നെ സാമ്പത്തികം ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വീട് തിരക്കുന്ന ഇതുണ്ടായിന്. അപ്പോൾ ആ വീട് തിരക്കുന്ന കണ്ടിട്ട് ഞാൻ പഠിച്ച് ആ വീട് തിരച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് 8, 9, 3 ക്ലാസ് 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത്. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും താഴേക്കിടയിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ഞാൻ മുഖാന്തരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറെ എനിക്ക് പ്രയോജനപ്പെടും. എനിക്ക് സാമ്പത്തികമല്ല പ്രധാനം, കൂടുതൽ കാര്യങ്ങൾ, അറിവും കാര്യങ്ങളും മനസ്സിലാക്കാനും പിന്നെ ഇതിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കുടുംബശ്രീയിൽ വരുന്നതിന് മുമ്പ് എന്ത് ജോലിക്കാണ് പോയിരുന്നത്? വീട് തെറുപ്പ് മാത്രമായിരുന്നു? വീട്ടിലിരുന്ന് ചെയ്യുന്നത് അല്ല. SLC കഴിയുമ്പോഴൊക്കെ തന്നെ കല്യാണം കഴിച്ച് അയച്ചു. പിന്നെ ജോലിക്ക് പോകേണ്ട അവസരം ഉണ്ടായിട്ടില്ല. 16 വയസ്സും 5 മാസവും. അത് ഏട്ടന് പിന്നീട് ഞങ്ങളെ പോറ്റാനുള്ള സാഹചര്യം അല്ല. അപ്പം അതുകൊണ്ട് 3 പെൺമക്കളുണ്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ച് അയച്ചാൽ അവരുടെ ബാധ്യത കുറച്ച് കുറയുമല്ലോ എന്നുള്ള രീതിയിൽ ആ ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയോ? ഭർത്താവിൻ്റെ വീട്ടിൽ പോയതിന് ശേഷമാണ് SLC പാസ്സായ വിവരം അറിയുന്നത്. അന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വീണ്ടും നിന്നെ പഠിപ്പിക്കാം, എൻ്റെ വീട്ടിലും ഞങ്ങളെ വീട്ടിലും പഠിക്കുന്ന കുട്ടികളുണ്ട്, അവരോടൊന്നിച്ച് നിങ്ങൾക്കും പോവാം. അന്ന് എനിക്ക് അറിയില്ല കല്യാണം എന്തെന്ന് പോലും അറിയില്ല. അപ്പോൾ പിന്നെ എവിടുന്നായാലും പഠിച്ചാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് സമ്മതിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പിന്നീട് റിസൾട്ട് നോക്കാൻ പോലും എന്നെ ആടുന്ന് വിടാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആടെ കൃഷിപ്പണിയാണ് കൂടുതലും. അവർ കൃഷി ചെയ്യുന്ന ആളുകളാണ്. 4 ഏക്കറോളം കൃഷി ചെയ്യുന്നു. അവരെ വീട്ടിൽ തന്നെ അവരെന്നെ എല്ലാ ജോലിയും ചെയ്യുന്നത്. അപ്പോൾ ആ കൃഷിപ്പണിയായിട്ട് ബന്ധപ്പെട്ട് 2 വർഷം ഞാൻ പോയി. ഭർത്താവ് കൂലിപ്പണി എടുക്കുന്നത്, മരത്തിൻ്റെ പണി, അതെല്ലാം നാടൻ പണി എല്ലാം അറിയും. അപ്പം അങ്ങനെ കൂലിപ്പണിക്ക് പോകും. അതോടൊപ്പം ആ കൂലിപ്പണി എടുത്ത് കിട്ടുന്ന കാശ് മദ്യപിച്ചിട്ട് വരുന്നൊരവസ്ഥയാണ്. അപ്പം ഞാൻ പോയാൽ കൂടുതൽ മദ്യപിക്കും. ഞാൻ പോയ അവസരത്തിലെല്ലാം മദ്യപിച്ചിട്ട് ഇങ്ങനെ അവിടെ ബൈക്കടക്കം കിടന്നുകൊണ്ടുണ്ടായ ഒരു അവസ്ഥയായിരുന്നു. അന്നും എനിക്ക് അവിടെ പോയെടുത്തത് കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം എനിക്ക് അങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് 2 വർഷം കഴിഞ്ഞ് ദിനേശ് പീടിയിലേക്ക് ആളെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടുന്നത്. ഇത് എത്ര വർഷം മുമ്പത്തെ കഥയാണ്? 84 SLC കഴിഞ്ഞത്. 30 വർഷത്തിന്റെ മുമ്പ് ദിനേശ് പീടി സഹകരണ സംഘത്തിൽ ചേർന്നു. ദിനേശ് പീടി സഹകരണ സംഘത്തിൽ ചേർന്നു. അവിടുന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തന്നെ പണിക്ക് പോയി. പണിക്ക് പോകുന്നതിന് മുമ്പേ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും 4 മണിക്ക് എണീറ്റിട്ട് അടുത്ത പിന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞാൻ 8 മണിയാകുമ്പോഴേക്ക് പണിക്ക് പോകുന്നത്. ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ മദ്യപാനം? ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മുഴുവൻ കുറഞ്ഞില്ല. അല്ല, ആടുന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ 2 കൊല്ലം കഴിയുമ്പോൾ ഒരു ആൺകുട്ടി ജനിച്ചിട്ടാകുമ്പോൾ അവിടെ അമ്മക്ക് കുട്ടീനെ നോക്കാനുള്ള പിന്നെ ബുദ്ധിമുട്ടായി. അവിടെ വയസ്സായ അച്ഛനുണ്ട്. അപ്പോൾ അച്ഛനെയും കുഞ്ഞിനെയും എനിക്ക് നോക്കാൻ കഴിയില്ല, നീ നിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പണിയെടുത്തോ എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഞാൻ വീട്ടിലൊക്കെ വന്നു. അവിടുന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ ആക്കിയിട്ടാണ് ഞാൻ പണിക്ക് പോയിട്ട്
ഇപ്പൊ അവിടെയാണോ താമസിക്കുന്നത്? സ്വന്തം വീട്ടിലാണോ? ഇപ്പൊ സ്വന്തം സ്ഥലവും വീടെല്ലാം കെട്ടി ഇപ്പോഴും ജോലിയുണ്ടല്ലേ? ആ ദിനേശിൽ ഇപ്പോഴും പോകുന്നു. അതിപ്പോ ഈ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം എനിക്ക് സമയം കിട്ടാറില്ല പണിക്ക് പോകാൻ. ആഴ്ചയിൽ ഒരു പണി എടുത്തിട്ട് ബാക്കിയെല്ലാം ഈ വരുമാനം ബീഡി ഉണ്ടാവുന്ന വരുമാനം സ്വന്തം ചെലവിന് കിട്ടുമോ അതോ അത്രയും കിട്ടും. 1000 വീടി തിരക്കും ദിവസത്തില് ഒരു ദിവസം ഫുള്ള് ഇരുന്നാല്. അപ്പൊ 1000 വീടി കിട്ടുമ്പോ അതിന് PF കഴിക്കും, പെൻഷൻ ഫണ്ടിലൊക്കെ കഴിക്കും. ആഴ്ചക്ക് കയ്യിലെത്ര കിട്ടും? ഒരു പണി എടുക്കുന്നില്ല സാർ, 50 റുപ്യ അത്രേ കിട്ടും. ഈ കുടുംബശ്രീ വന്നില് മുഴുവൻ സമയം ഇതിന് വേണ്ടിട്ട് ഉപയോഗിക്കണ്ട. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ അടുക്ക് പണിക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലതുകൊണ്ട് എനിക്ക് കമ്പനിക്കകത്തുനിന്ന് ചെറിയ ലീവ് തരുന്നുണ്ട്. കുടുംബശ്രീയിൽ വന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു എന്നുള്ളതാണ്. എനിക്ക് കുടുംബശ്രീയിൽ വന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈടെ വന്നിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് തന്നെ എനിക്ക് പറയാം. പിന്നെ പണ്ട് കാലങ്ങളിൽ ഇല്ലാത്ത അവസരങ്ങളെല്ലാം ഇന്ന് നമുക്ക് കൈവന്നിട്ടുണ്ട്. അപ്പൊ അത് ഈ ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് താല്പര്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഒരു കുടുംബശ്രീക്കകത്തിന് 20ഓളം വനിതകൾക്ക് തെങ്ങുകയറ്റ പരിശീലനത്തിൽ അവസരം കിട്ടും. ആ തെങ്ങുകയറ്റ പരിശീലനത്തിലടക്കം ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. എനിക്ക് മുമ്പ് കിട്ടാത്ത അവസരം ഇപ്പൊ ഇല്ലതുകൊണ്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ തെങ്ങുകയറ്റ പരിശീലനം മെഷീൻ ഉപയോഗിച്ചുകൊണ്ട്. ഇതിൽ ഇപ്പൊ വന്നേലില്ല, സീഡിയസ് അംഗങ്ങളായിട്ട് വരാത്ത സീഡിയസ് അംഗമുണ്ട്. ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പഞ്ചായത്തിന്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിന്റെ ഉപകരണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതിപ്പോ കിട്ടും. കാസർഗോഡ് ധാരാളം അടയ്ക്കാമരത്തിന്റെ കൃഷിയൊക്കെ ഉണ്ടല്ലോ, അവിടെയും അതിലും കയറാനുള്ള സംവിധാനം, അതിലും ഈ മെഷീൻ യൂസ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടയ്ക്ക തോട്ടങ്ങളിൽ അവിടെയും പണിക്ക് സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്, ഈ യന്ത്രം വെച്ചിട്ട് അതുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്, മറ്റുള്ള ആൾക്കാരോടും ചോദിക്കാനുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ വസ്ത്രനിർമ്മാണ യൂണിറ്റ് അല്ലേ, അതൊന്ന് കാണാം. ബേഡടുക്കയിലെ തയ്യൽ തൊഴിൽ അറിയാവുന്ന സ്ത്രീകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് വസ്ത്രനിർമ്മാണവും വിപണനവും നിർവഹിക്കുകയാണ് അപ്പാരൽ പാർക്ക്. മികച്ച വിജയത്തോടെ മുന്നേറുന്ന അപ്പാരൽ പാർക്കിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. വിവിധ ഭാഷയും സംസ്കാരവും ഒന്നിച്ച് ഏക മനസ്സോടെ ജോലി ചെയ്യുന്ന കുടുംബശ്രീയുടെ വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പദ്ധതികളിലൊന്ന്. ബേഡടുക്ക CDSന് കീഴിൽ 20 വനിതകളുടെ മികച്ച കൂട്ടായ്മ കാദംബരി വസ്ത്രനിർമ്മാണ യൂണിറ്റ്. കുണ്ടംകുഴിയിലെ ഈ അപ്പാരൽ പാർക്ക് 2011-2012 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബേഡടുക്ക CDS ആരംഭിച്ചത്. 2011 ഫെബ്രുവരി 22 ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കാദംബരിയിൽ 20 കുടുംബശ്രീ അംഗങ്ങളുണ്ട്. കണ്ണൂരിലും ബംഗളൂരുവിലുമായി വസ്ത്രനിർമ്മാണത്തിൽ വിദഗ്ധ പരിശീലനം നേടിയ വീട്ടമ്മമാർ, പ്രവർത്തനക്ഷമമായ അത്യന്താധുനിക 20 തയ്യൽ മെഷീനുകൾ, അതിലൂടെ ജീവിതത്തിന് സ്വപ്നങ്ങൾ തുന്നിച്ചേർക്കുന്നവർ. അപ്പാരൽ പാർക്കിൽ പ്രധാനമായും കാദംബരി ബ്രായാണ് നിർമ്മിക്കുന്നത്. ഇവർ 20 പേരും ചേർന്ന് കട്ടിങ്ങിന്റെയും തയ്യലിന്റെയും വിവിധ ഘട്ടങ്ങളിലൂടെ ഒരു ദിവസം ശരാശരി 300ഓളം ബ്രാകൾ നിർമ്മിക്കുന്നു. നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാദംബരി അണ്ടർ ഗാർമെന്റ് ആണ്. കാദംബരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജില്ലയിൽ കൂടാതെ മറ്റ് ജില്ലകളിലെല്ലാം കുടുംബശ്രീയുടെ കീഴിൽ ഉൽപ്പന്നങ്ങളുണ്ട്. എന്നാലും അതെ, ഇപ്പം നമ്മുടെ മാർക്കറ്റിലെല്ലാം കാദംബരി ലഭ്യമാണ്. എല്ലാ കടകളിലും കാദംബരി ലഭ്യമാകുന്നുണ്ട്. കേരളത്തിലുടനീളം വിപണി കണ്ടെത്താൻ കാദംബരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീയിൽ അംഗമായി ഇത്തരമൊരു സംരംഭത്തിൽ പങ്കാളിയായതിൽ ಅಭಿಮಾನമുണ്ടെന്ന് ಇವರು ಓರೋರುತ್ತരും ಉറപ്പിച്ചു പറയുന്നു. ನಮಗೆ ಕುಟುಂಬಶ್ರೀಯಲ್ಲಿ ಬಂದು ಈ ಕಾದಂಬರಿ ಕೆಲಸವನ್ನು ಒಳ್ಳೆ ರೀತಿಯಲ್ಲಿ ಕೊಂಡೋಗಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ഞങ്ങൾ കുടുംബശ്രീയിൽ ബത്തത്ത് 8 ജനക്കളാണ്. നമ്മൾ ഈ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായിട്ടും നല്ല മാറ്റം ഉണ്ടായി. അത് കുടുംബശ്രീ നൽകിയ അഭിമാനമാണ്. വെറും നാട്ടുവർത്തമാനങ്ങൾക്കും അപ്പുറത്തേക്ക് വലിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് കുടുംബശ്രീക്ക് വിജയിപ്പിക്കാനാകും എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ കാദംബരി. സ്ത്രീകളുടെ നേതൃത്വത്തിൽ സ്ത്രീകൾ നടത്തി വിജയിപ്പിച്ച സ്ഥാപനം. മാർക്കറ്റിൽ മറ്റുള്ളവരോട് മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾക്ക് നല്ല വൻ വിജയമായിട്ടാണ് ഈ കാദംബരിയുടെ ബ്രേസർ നമ്മൾക്ക് ഉള്ളത്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ 17
17-20ഓളം അംഗങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട ഡ്രസ്സുകൾ അത് കണക്കല്ല സ്കൂൾ ആവശ്യത്തിനെല്ലാം നമ്മളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഭർത്താവിനോട് ചോദിക്കാതെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി സമാധാനവും സന്തോഷം എല്ലാം ഞങ്ങൾക്കുണ്ട്. അപ്പാരൽ പാർക്കിന് ബേഡടുക്ക പഞ്ചായത്ത് 18.5 ലക്ഷം രൂപയുടെ കെട്ടിടം പണിത് നൽകി. അത് ഇവർക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങാൻ അവസരമൊരുക്കി. 7 ലക്ഷം രൂപ ബാങ്ക് വായ്പ നൽകിയപ്പോൾ കുടുംബശ്രീ മിഷൻ സബ്സിഡിയായി 4,10,000 രൂപയും നൽകി. നാടിന്റെ വികസനത്തിൽ പങ്കാളിയായി ഒരു തൊഴിൽ സംരംഭത്തിലൂടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദത്തിലാണ് ഇവർ. അപ്പരൽ പാർക്കിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പാർക്ക് 2011 ഫെബ്രുവരി മാസത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 20 തൊഴിലാളികളാണ് അവിടെ പണി ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ സ്ത്രീകളാണ്. ഇപ്പോൾ കുടുംബശ്രീ വന്നതിന് ശേഷം പഞ്ചായത്തും കുടുംബശ്രീയും ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വരുമാനം ഉണ്ടാക്കി തരാൻ പറ്റുന്ന രീതിയിലുള്ള ഈ മഹാസംരംഭം കൊണ്ടുതരികയും ചെയ്തു. അതിലൂടെ നമ്മൾക്കിപ്പോൾ ഈ ഭർത്താവിനോടൊന്നും കൈനീട്ടാതെ ഈ സ്വന്തം വരുമാനം ഇപ്പോൾ മാസത്തിൽ ഒരു 5,000-ന് മുകളിൽ നമുക്ക് വരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ കാസർഗോഡ് ജില്ല എന്നല്ല സംസ്ഥാനത്തൊട്ടൊക്കെ നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്കൂൾ യൂണിഫോമിൻ്റെ സമയത്ത് എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ഓർഡർ കൃത്യസമയത്ത് കൊടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ രാത്രി കാലങ്ങളിൽ ഈ 20 തൊഴിലാളികളും ഒരു കുടുംബത്തിലെ നല്ലൊരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ രാത്രി കാലങ്ങളിൽ താമസിച്ചിട്ട് ജോലി ചെയ്തിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. തങ്കമണി എവിടുന്നാണ് ഇതിന്റെ പരിശീലനം? കണ്ണൂർ ATDC 2 മാസക്കാലം തന്നു. ബാംഗ്ലൂർ ഇഷ ലേണിംഗ് സിസ്റ്റം 2 മാസക്കാലം ബാംഗ്ലൂർ പോയി. നമ്മളെ ഇവിടെ നമ്മ മിഷനറികളെല്ലാം പഞ്ചായത്ത് മുമ്പേ മേടിച്ചു തന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരിങ്ങോട്ട് വന്നു നമുക്ക് പരിശീലനം തരികയാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ അങ്ങോട്ട് കാണാനും പോയിട്ടുണ്ട്. മാർക്കറ്റ് എങ്ങനെയാ? മാർക്കറ്റ് ഇപ്പൊ 20 തൊഴിലാളികളിലെ അതിന്റെ ഇടയിൽ നിന്ന് തന്നെ ഒരാള് പോയിട്ടാണ് മാർക്കറ്റ് കണ്ടെത്തുന്നത്. എല്ലാ കടകളിലും കയറി ഇറങ്ങുന്നുണ്ട്. ഈ ഉൽപ്പന്നം വേണമെന്ന് ആരാണ് കണ്ടുപിടിച്ചത്? ആരുടെ ഐഡിയ ആണ് ഈ ബ്രാസ് മാർക്കറ്റ്? അതാണ് ഒരു നല്ല ധാരാളം പഞ്ചായത്തും കുടുംബശ്രീ CDSും കൂടി ഇങ്ങനെ ഒരു ഇത് സംരംഭം നമുക്ക് തുടങ്ങാന്നുള്ളത് തീരുമാനിച്ചു. അപ്പൊ അതില് എന്ത് നമ്മൾ ഉണ്ടാക്കുന്നതിനുള്ള ഇത് CDSും പഞ്ചായത്തും കൂടി തന്നെയാണ് തീരുമാനിച്ചത്. അല്ല, എന്താ അതിനകത്തൊരു ഘടകം? എന്താ ഇങ്ങനൊരു ചോയ്സിൽ എത്തിച്ചേരാൻ? സ്ത്രീകൾ അധികമായിട്ട് ഉപയോഗിക്കുന്ന ഇന്നർവെയർ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല മാർക്കറ്റ് ഉണ്ടോ? മാർക്കറ്റ് ഉണ്ട് നമുക്ക്. ഇപ്പോ എന്ന് പറഞ്ഞാൽ നമ്മ സ്ത്രീകള് ഈ ഇവിടെ പഞ്ചായത്തിൽ തന്നെ കുടുംബശ്രീ അംഗങ്ങളായിട്ടില്ലവരിന് ഒരു 6,000-ഓളം പേര് കുടുംബശ്രീ അംഗങ്ങളുണ്ട്. അപ്പൊ അവരും മൊത്തം അവരുടെ വീടുകളിലും നമുക്ക് തന്നെ നമ്മളെ ജില്ലയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മളെ ജില്ലയിൽ വേറെ ഇത് ആയിട്ടുള്ള കമ്പനി ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ജില്ലയിൽ ഉണ്ടാക്കുന്ന നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ മറ്റു ഷോറൂമുകളിൽ കൊടുക്കുന്നുണ്ട്. സാധാരണ 52 ഷോപ്പിൽ വലിയ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ എങ്ങനെയുണ്ട്? കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വലിയ കമ്പനികളോട് മത്സരിക്കാൻ പറ്റുന്നില്ല. എന്താന്ന് പറഞ്ഞാല് അവരെല്ലാം മാധ്യമങ്ങളിലൂടെയാണ് ഇത് പരസ്യം. നമുക്കതെങ്കിലും പോയിട്ട് വായ കൊണ്ട് പറയണം. അപ്പൊ അതിന് നമ്മളിപ്പോ തയ്യാറാണ്. ഇപ്പോ നമ്മളെന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ മുമ്പ് ഇതെല്ലാം കുടുംബശ്രീ എല്ലാം വരുന്നതിന് മുമ്പേ നമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇപ്പൊ നമുക്കൊരു ബ്രേസർ വേണമെങ്കിൽ അവിടെ പോയിട്ട് മെല്ലെ കടക്കാരോട് ചോദിക്കും നമുക്കൊരു ബ്രേസർ വേണമായിരുന്നു. അപ്പൊ നമുക്ക് ആരെങ്കിലും കാണുമ്പോൾ നാണക്കേടാന്ന്. അപ്പോൾ നല്ല എങ്ങനെയെങ്കിലും അത് മേടിച്ചിട്ട് എന്തൊന്നും അവിടെ നോക്കൂല നമ്മള്. പക്ഷെ ഇപ്പൊ എന്താക്കുന്നത് പറഞ്ഞാൽ നമ്മ തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. മടിയൊന്നും മേടിക്കാൻ മാത്രല്ല നമ്മളൊരു ഇത് കൊണ്ടുപോയിട്ട് കടക്കാരോട് പുരുഷന്മാർ കടകളിലുണ്ടാവും. അപ്പൊ അവിടെ പോയി നിന്നിട്ട് നമ്മളെ ഈ ബ്രേസറെല്ലാം ഇങ്ങനെ പാക്കറ്റ് നല്ല എടുത്ത് കാണിച്ചിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നല്ല ക്വാളിറ്റി സാധനമാണ്, കോട്ടൺ സാധനമാണ്, നമ്മളെ നാടുകളിൽ ഉണ്ടാക്കുന്നതാണ്, അതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ മേടിക്കും. എനിക്കൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു നല്ലൊരു ബ്രാൻഡ് നെയിം ഇട്ടിട്ട് ഇത് വിൽക്കുന്നുണ്ടല്ലോ, ആ ബ്രാൻഡിങ് ആരെങ്കിലും സഹായിച്ചു? കുടുംബശ്രീ മിഷൻ, CDSും പഞ്ചായത്തും. ഇപ്പൊ തങ്കമണിന്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എന്ന് തുടങ്ങിയത്? എത്ര വർഷമായി? ഇപ്പൊ ഈ കാദംബരി തുടങ്ങിയതിന് ശേഷമാണ്.
ദിനേശ് ബീഡിയിൽ ജോലി ചെയ്തപ്പോൾ അതില്ലായിരുന്നു. ദിനേശ് ബീഡിയിലൊന്നും പോയില്ല മാഡം. ഓ, അത് നിങ്ങളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? തങ്കമണിയുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് പറയാമോ? എന്താണ് ഈ കുടുംബശ്രീയിൽ വരാനുണ്ടായ സാഹചര്യം? നേരത്തെ പറഞ്ഞില്ലേ, അടുക്കളയുടെ 4 ചുമരിനുള്ളിൽ മാത്രം ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ 4 ചുമരിന്ന് ഇപ്പൊ ഈ വേറെ 4 ചുമരിന്റെ ഉള്ളിലേക്കാണ് വന്നത്. അതെങ്ങനെ വന്നു എന്നുള്ളത് 2001 കുടുംബശ്രീ രൂപീകരിക്കുന്ന സമയത്ത് കുടുംബശ്രീയിലേക്ക് വന്നു. എന്താ അതിന് കാരണം എന്നാ ചോദിച്ചത്? വെറുതെ കാരണം നേരം പോക്കിന് വേണ്ടിയിട്ടില്ല. പിന്നെ കുടുംബശ്രീ രൂപീകരിച്ച് ഇങ്ങനെ സ്ത്രീകളെല്ലാം ഒരു കൂട്ടായ്മയായിട്ട് വരുന്നുണ്ട് എന്നുള്ളതിൽ നമ്മൾ അവിടെ കുടുംബശ്രീ രൂപീകരിക്കുമ്പോൾ കുടുംബശ്രീയിൽ വന്നു. അല്ല, സാമ്പത്തികമായ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ സാമ്പത്തികമായിട്ട് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ ഇങ്ങനെ അതാ അവര് പറഞ്ഞു ചുമ്മാ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടേ എല്ലാരും പോന്നു. അപ്പം പോയതാണോ? അല്ല, വീട്ടില് പിന്നെ അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഇതില് പിന്നെ തയ്യൽ അറിയാം. വീട്ടിൽ തന്നെ ചെറിയ രീതിയിൽ തയ്ച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഭർത്താവ് കൃഷിയാണ്. എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞു. അതെ, നമ്മ പിന്നെ അച്ഛനും അമ്മക്കും 6 മക്കളാ സാർ. ഒരാണും 5 പെണ്ണുങ്ങളും. അപ്പോ ഈ പെൺകുട്ടികൾ വളർന്നു വരുമ്പോ പണ്ട് കാലങ്ങളിൽ വേഗം 18, 16, 17, 18 വയസ്സാകുമ്പോഴത്തേക്ക് എല്ലാരും ഒഴിവാക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് ഇതല്ല, ഇത് എന്നത്തെ കാര്യം പറയുന്നത്? 30 വർഷം എന്തായാലും. എത്ര വർഷം മുമ്പ്? 21 94 കല്യാണം കഴിഞ്ഞത്. ഇപ്പൊ എങ്ങനെ? ഇപ്പൊ അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുന്നില്ല. ഇല്ല, എന്റെ മോക്ക് 20 വയസ്സായി. ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. മോള് MBBS പഠിക്കുന്നുണ്ട് ബാംഗ്ലൂര്. വെരി ഗുഡ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു ഫിലിം കൂടിയുണ്ട് ആശ്രയെ കുറിച്ച്. അതും കൂടി കഴിഞ്ഞിട്ടും മറ്റു എല്ലാ കാര്യങ്ങളും. സമൂഹത്തിലെ ആശ്രയമറ്റവർക്ക് അത്താണിയാവുകയാണ് ബേഡെടുക്കയിലെ ആശ്രയ പദ്ധതി. പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്, ദൃശ്യങ്ങളിലേക്ക്. നാം അധികമൊന്നും കാണാത്ത ദാരിദ്ര്യത്തിന്റെ നേർക്കാഴ്ചകളുണ്ട് ഇപ്പോഴും കേരളത്തിലെ പല ഗ്രാമങ്ങളിലും. ദുരിത ജീവിതം നയിക്കുന്നവർ, രോഗികൾ, ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലക കണ്ടവർ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, ഉണ്ണാനില്ലാത്തവർ, വീടില്ലാത്തവർ, അതുകൊണ്ട് തന്നെ ഒരു സ്വപ്നങ്ങളുമില്ലാത്തവർ, നിരാശ്രയരും അഗതികളുമായ കുടുംബങ്ങളെ കണ്ടെത്തി കുടുംബശ്രീ അവർക്ക് വേണ്ടി നടത്തുന്ന ആശ്രയ പദ്ധതി ശ്ലാഘനീയമാണ്. ബേഡെടുക്ക പഞ്ചായത്തിലെ കുടുംബശ്രീ CDS സർവേയിലൂടെ ആദ്യഘട്ടത്തിൽ 43 കുടുംബങ്ങളെയും 2ാം ഘട്ടത്തിൽ 44 കുടുംബങ്ങളെയും ആശ്രയയുടെ ഗുണഭോക്താക്കളായി കണ്ടെത്തി. ഇത് ബേഡെടുക്ക പഞ്ചായത്തിലെ രാമനൊടുക്കത്തെ ആശ്രയ പദ്ധതിയിൽ കുടുംബശ്രീ സഹായിക്കുന്ന കുടുംബങ്ങളിൽ ചിലത്. കുടുംബശ്രീ പ്രവർത്തകരും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഇവരെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും. തുണിയും ഭക്ഷണപ്പൊതികളും അവർക്ക് വേണ്ട അരിയും പച്ചക്കറികളും നൽകും. എല്ലാ മാസവും ഇവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കുടുംബശ്രീ മുഖേന നൽകുന്നു. പഞ്ചായത്ത് വക വീടും കിട്ടി ഞങ്ങൾക്ക് വല്ല സാധനമെല്ലാം വാങ്ങിത്തരുന്നു, കുടുംബശ്രീക്കാർ വാങ്ങിത്തരുന്നത്. ജന്മനാ കണ്ണുകാണാത്ത ജാനകി ഇവിടെ എത്തുന്ന കുടുംബശ്രീ അംഗങ്ങൾക്കായി മധുരമായി പാടുന്നു. സ്വപ്നം രചിച്ച സ്വർഗം ലഭിക്കും, ദുഃഖം മറന്ന ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം ഞങ്ങൾ, കണ്ണീരിലലിയുന്ന പാട്ടുപാടാം. ഇവർ നൽകുന്ന സ്നേഹവായ്പ് ഏറ്റുവാങ്ങുന്നു. ആശ്രയ പദ്ധതിയിലൂടെ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 19 കുടുംബങ്ങൾക്ക് വീടുകൾ നൽകി. 2 പേർക്ക് ഭവന നവീകരണ സഹായം നൽകി. 2 കുടുംബത്തിന് ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വയ്ക്കാനുള്ള സ്ഥലം വാങ്ങി നൽകി.
പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ ധനസഹായം, രോഗികൾക്ക് മരുന്നിനും മറ്റുമുള്ള സാമ്പത്തിക സഹായം, ഇതൊക്കെ കുടുംബശ്രീ പ്രവർത്തകർ ആശ്രയ പദ്ധതിയിലൂടെ ചെയ്തു കൊടുക്കുന്നു. ഈ ആശ്രയ കുടുംബശ്രീ വന്ന പിന്നെ ആശ്രയ കുടുംബത്തിൽ പെടുത്തിക്കൊണ്ട് എനിക്ക് മാസം തോറുള്ള ഭക്ഷണ ചെലവും അതുപോലെ എൻ്റെ മക്കൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് ഈ വർഷമായിട്ടും 2014 വരെ ഇതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുടുംബജീവിതം കഴിഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ ഈ ആശ്രയ പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് തന്നെ ഒരു വീടും കിട്ടി. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ നിർധനരായവർക്ക് ആശ്രയമാകുകയാണ് ആശ്രയ പദ്ധതിയിലൂടെ കുടുംബശ്രീ പ്രവർത്തകർ. ആശ്രയ പദ്ധതിയുടെ ആരാണുള്ളത്? സബ് കമ്മിറ്റി കൺവീനർ. എത്ര കുടുംബങ്ങളുണ്ട് അവിടെ? 44. ദാരിദ്ര്യമാണോ പ്രധാന പ്രശ്നം? ദാരിദ്ര്യം തന്നെ. ദാരിദ്ര്യമുണ്ട്, അസുഖം, അതിന് വീടില്ലാത്തത്, അതിന് കൃത്യമായി കക്കൂസില്ലാത്തത്, എന്താണ് ഒരു മനുഷ്യന് വേണ്ടത് അതൊന്നും തന്നെ ഇല്ലാത്ത ഏകദേശം കുടുംബങ്ങളാണുള്ളത്. അവിടെ തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ആരോഗ്യമുള്ള ആളുകൾ ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും തൊഴിൽ നമ്മൾ സ്വയം തൊഴിലിന് 2 പേർ കൊടുത്തിട്ടുണ്ട്. എന്റെ മെഷീൻ, തയ്യൽ മെഷീൻ അല്ല, ആട് വളർത്തല്, ആട് വളർത്തി കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും കുടുംബശ്രീ പ്രവർത്തകർ ഈ വീടുകളിൽ പോകും? അതോ ഒരാഴ്ചയിലും പോകും? സമയത്ത് പോവും. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് കുടുംബശ്രീ മുഖേന കൊടുക്കുന്നത്. അവർക്ക് ഭക്ഷണം ഇതിനുള്ള റവന്യൂ നിങ്ങൾ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? പൈസ എങ്ങനെ കണ്ടെത്തുന്നത്? പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് മുൻഗണന കൊടുക്കുന്നത് തന്നെ ആശ്രയ പദ്ധതിക്കാണ്. നടത്തിപ്പ് കുടുംബശ്രീ വഴിയാണ്. പിന്നെ സംസ്ഥാന മിഷന്റെ 7,23,000 രൂപ ചലഞ്ച് ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ. ഇതിൽ തീർത്തും കിടപ്പായ രോഗികളുണ്ടോ? തീർത്ത് കിടപ്പിലായ ഇവര് ഇങ്ങനെ ഇത്തരം അസുഖങ്ങളില്ല ആളുകളെ പാലിയേറ്റീവ് കെയറിൽ ഉൾപ്പെടുത്തിയിട്ട് ചികിത്സാ സഹായങ്ങൾ അതുവഴി നൽകാൻ വേണ്ടി കഴിയുന്നുണ്ട്. 18 ലക്ഷത്തി ചില്ലറ റുപ്യ നമ്മൾ ഈ ആശ്രയ പദ്ധതിക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ 1ാം ഘട്ടം എന്നുള്ള രീതിയിൽ ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ST കുടുംബങ്ങൾ ഈ വർഷം നമ്മൾ ST കുടുംബങ്ങൾക്ക് പ്രത്യേകമായിട്ട് പ്രൊജക്ട് തയ്യാറാക്കി വരുന്നുണ്ട്. 63 കുടുംബങ്ങൾക്ക് കുടുംബശ്രീ പ്രൊജക്ട് തയ്യാറാക്കിയിട്ട് ഇപ്പോൾ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 63 കുടുംബങ്ങൾ. ST അയൽക്കൂട്ടങ്ങൾ എത്രയുണ്ട്? ST അയൽക്കൂട്ടങ്ങൾ 35. എങ്ങനെയാണ് അവയുടെ ഒരു പ്രവർത്തനം? അതെ, നമ്മ ഈ അയൽക്കൂട്ടം വരുന്നതിനുണ്ട് അവര് ഒന്നുമല്ലാതിരുന്ന ഒരു അവസരമായിരുന്നു. ഈ കുടുംബശ്രീ വന്നതിനോട് മുഴുവൻ SC/ST മേഖലയിലെ കുടുംബങ്ങളെയും മുഴുവൻ BPL കുടുംബങ്ങളെയും ഈ കുടുംബശ്രീക്ക് കീഴിൽ അയൽക്കൂട്ടത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ വന്നിട്ടുണ്ടോ? 2003 ഞാൻ അയൽക്കൂട്ടത്തിൽ ഒരു അംഗമായത്. അതിനുശേഷം 2 മാസത്തിന് ശേഷം ഞാൻ ADSലേക്ക് വന്നു. ADSൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിന്. ഇത് പ്രത്യേക ADS ആണോ? ST അയൽക്കൂട്ടങ്ങൾ അല്ല. അതിനുശേഷം CDS മെമ്പറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഭർത്താവിന് ഈ ഇങ്ങനെ വരുന്നതൊന്നും ഒരു ഇഷ്ടമല്ല. അപ്പോൾ സാവിത്രി എങ്ങനെ വരും? എന്തായാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഇങ്ങനെ കുടുംബശ്രീ താഴെത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അങ്ങനെല്ലാം പറഞ്ഞിട്ട് അന്ന് അയൽക്കൂട്ടത്തിൽ ചേർന്നതും പിന്നെ ADSലേക്കും വന്നതും CDSലേക്കും വന്നതും. അതുപോലെ തന്നെ ആട് ഗ്രാമ പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് ആട് പാസ്സായിട്ടുണ്ടായിരുന്നു. അത് മുഖേന ഒരു വരുമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാർപ്പിന്റെ പണി. അപ്പോൾ അദ്ദേഹത്തിന് അറിയാലോ നിങ്ങൾക്കും കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്നല്ലേ? ആടി വളർത്തിയിട്ടല്ലേ ഈ വരുമാനം ഉണ്ടാക്കുന്നത്? അതോ വേറെ ജോലികളും ഉണ്ടോ? നാടൻ പണിയെടുക്കും. പോവോ? തൊഴിലുറപ്പിലും പോകുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ മനസ്സിലായില്ലേ കുടുംബശ്രീയിൽ വന്നാൽ മെച്ചമുണ്ടെന്ന്? ഇപ്പം കുറേശ്ശെ മനസ്സിലാകുന്നു. ഇപ്പൊ ഇങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് 2 ആൺകുട്ടികളുണ്ട്. അവരെന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. 10ല്, രണ്ടാമത്തെ 8ല്. നിങ്ങൾ എത്ര വരെ പഠിച്ചു? ഞാൻ SLC വരെ. SLC വരെ പഠിച്ചു. പിന്നെ ഭർത്താവ് 7ാം ക്ലാസ് വരെ. 7ാം ക്ലാസ്. അതുകൊണ്ടായിരിക്കും ഈ ഒരു വിഷമല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇല്ല സർ, അങ്ങനെയൊന്നുമില്ല. ഇല്ല. ആകെ എത്ര ST ഫാമിലീസ് ഉണ്ട്? അതായത് നമ്മളെ വാർഡില് ഒരു 44 ST കുടുംബങ്ങളുണ്ട്. ഞങ്ങളുടെ വാർഡില് അവരെല്ലാവരും എല്ലാവരും ഈ കുടുംബശ്രീയിലെ അംഗങ്ങളാണ്.
എല്ലാവരും ആട് വളർത്തലാണോ ചെയ്യുന്നത്? അല്ല, ആട് വളർത്തലുണ്ട്, പശു വളർത്തലുണ്ട്, എൻ്റെ ഇടയ്ക്ക് നാടൻ പണി എല്ലാം. അപ്പൊ ആ പ്രദേശത്ത് തന്നെ പാല് വിതരണം ചെയ്യുമോ, അതോ സൊസൈറ്റിക്ക് കൊടുക്കുവോ, അതോ വീടുകളിൽ കൊടുക്കുവോ ഈ ആടിന്റെ പാല്? ആവശ്യമുള്ളവർ വീടുകളിലും കൊടുക്കും, പിന്നെ കടകളിലും. സൊസൈറ്റിയിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെയാണോ? സൊസൈറ്റി ഒന്നും അല്ല, പശു വളർത്തുന്ന ആളുകളും പശു വളർത്തുന്നവരുണ്ട്, പശു വിതരണം ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ ST കുടുംബങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് പ്ലാനൊക്കെ ഇല്ലേ പഞ്ചായത്തിൽ? പഞ്ചായത്തിന്റെ പദ്ധതി പണം ഉപയോഗിച്ചിട്ട് TSP മേലക്കകത്തും SCP മേലക്കകത്തും പഞ്ചായത്ത് ആവശ്യമായ തുക നീക്കി വെക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് DPC അംഗീകാരം ലഭിക്കണമെങ്കിൽ ഈ പറഞ്ഞ മേലക്കകത്ത് ഫണ്ട് വെച്ച് മതിയാവും. അതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന വർഗ്ഗ സഹായിക്കുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ ആശ്രയരെ പദ്ധതി നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പട്ടികവർഗ്ഗ മേലക്കകത്ത് വീടിന് പ്രത്യേക പദ്ധതി വെക്കുന്നുണ്ട്. വീട് പദ്ധതി പിന്നെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്ക് സഹായ ഉപകരണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ SLC കുട്ടികൾക്ക് നമ്മൾ പിന്നെ മേശയും അതുപോലെ തന്നെ ടേബിൾ ലാമ്പും കൊടുത്തിരുന്നു. ഈ മേലക്കകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അയൽക്കൂട്ടങ്ങളിലും അതുപോലെ ബന്ധപ്പെട്ട ഗ്രാമസഭ യോഗ നിർദ്ദേശം വരുന്ന മുറക്ക് വൃത്തിയായിട്ട് CDSന്റെ നിർദ്ദേശമൊക്കെ കേട്ടുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഓരോ പദ്ധതി കാലയളവിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ അടിസ്ഥാന വർഗ്ഗത്തെ സഹായിക്കുന്ന ആവശ്യമായ പദ്ധതിയൊക്കെ തന്നെ കൃത്യമായി എല്ലാ ഈ ST കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സ്കൂളുകളുണ്ടോ, അതോ അവർക്ക് വളരെ ദൂരം സഞ്ചരിച്ച് വേണോ സ്കൂളിൽ പോകാൻ? നമ്മുടെ പഞ്ചായത്തിനകത്ത് നിലവിൽ 7 LP UP സ്കൂളും 3 ഹൈസ്കൂളും 3 ഭിന്ന തല പഠന കേന്ദ്രങ്ങളുമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മേലക്കകത്തും അത്യാവശ്യം പഠനത്തിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം നമ്മുടെ പഞ്ചായത്തിനകത്ത് നിലവിലുണ്ട്. എല്ലാം പൂർണ്ണമായി എന്നുള്ള അഭിപ്രായം ഗ്രാമപഞ്ചായത്തിനില്ല. ഇല്ല, അല്ല, അവരിപ്പോൾ കൂടുതലായിട്ട് കുട്ടികളെ ST കുടുംബങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭിന്ന തല പഠന കേന്ദ്രങ്ങളിലെ സ്കൂളിലൊക്കെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ സ്കൂളിൽ പോകാത്ത പ്രശ്നമുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ പ്രത്യേക ബോധവൽക്കരണം വെച്ചുകൊണ്ടും ജില്ലാ പഞ്ചായത്ത് സഹായത്തോടും തന്നെ എല്ലാ മേഖലകളിലും ക്യാമ്പുകൾ വെച്ചുകൊണ്ട് ഈ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തും ബന്ധപ്പെട്ട ADS CDS ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നാട്ടിൻപുറത്തുള്ള ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഊർജിതമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തി ഇങ്ങനെയുള്ള മേഖലകളിലെ കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടോ? ആരോഗ്യ ഇൻഷുറൻസ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ പറഞ്ഞ CDSന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവേ കൃത്യമായിട്ട് ഫോറൊക്കെ തന്നെ നമ്മൾ അവരെയാണ് ഏൽപ്പിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിനകത്ത് ഭൂരിഭാഗം ഏകദേശം ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ്. നിങ്ങളുടെ പഞ്ചായത്തിലെ നേരത്തെ പറഞ്ഞല്ലോ, മദ്യപാനം ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടോ, അതോ ഇടയ്ക്കും തലയ്ക്കും ആരെങ്കിലും ഒക്കെ ഉള്ള മാത്രമേ ഉള്ളോ? അവിടെ ഒരു പ്രദേശം മദ്യം ഇങ്ങനെ ഒഴുകുന്ന ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീ മദ്യപിച്ച് ആത്മഹത്യ സ്വന്തം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെല്ലാം അടുത്ത കുടുംബശ്രീയും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെല്ലാം കൂടി ആലോചിച്ച് ആദ്യം ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ നടത്തി. പിന്നീട് അതൊന്നും നടക്കാതിരിക്കുമ്പോൾ പിന്നീട് ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങിക്കൊണ്ട് എല്ലാ വീടുകളിലും മാറ്റുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നീട് അത് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് നിർത്തലാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ ആ പ്രദേശം മദ്യവിമുക്ത പ്രദേശമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാവരും ഒറ്റക്കെട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ട്. ജെൻഡർ കോർണർ എങ്ങനെ പ്രവർത്തിക്കുന്നു? ജെൻഡർ കോർണർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രതാ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു പഞ്ചായത്ത് തലത്തിൽ ക്രൈം മാപ്പിംഗ് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രൈം മാപ്പിങ്ങിൻ്റെ സർവേ നടന്ന് ക്രൈം മാപ്പിംഗ് ഇപ്പോൾ തയ്യാറായിട്ട് പഞ്ചായത്തിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതെല്ലാം വാർഡിലാണോ കൂടുതൽ അതിക്രമങ്ങളുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബോധവൽക്കരണ പരിപാടികൾ ഈ ജാഗ്രതാ സമിതി മുഖാന്തരം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒട്ടനവധി കേസുകൾ പ്രശ്നങ്ങളെല്ലാം നമ്മളെ ജാഗ്രതാ സമിതിക്കകത്ത് വന്നിട്ടുണ്ട്. പിന്നെ വേർപിരിഞ്ഞു പോയ ഭർത്താവും ഭാര്യയും വേർപിരിഞ്ഞ് താമസിക്കുന്ന വർഷകാലങ്ങളായിട്ട് നിലവിലുണ്ടായിരുന്നു. അത് പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവരെ നല്ലൊരു ജീവിതം കൊണ്ടുപോകുന്നതിന് വേണ്ടി ബാലസഭയുടെ പ്രവർത്തനങ്ങളൊക്കെ പറയൂ. എൻ്റെ പേര് അജിത്ത്. ഞാൻ കിങ്ങിണിക്കൂട്ടം ബാലസഭയിലെ ഒരംഗമാണ്. തുടർന്ന് ബാലസമിതിയിലേക്കും പിന്നീട് CDSന്റെ നേതൃത്വത്തിലുള്ള ബാലപഞ്ചായത്തിലും ഞങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ CDS പറഞ്ഞ മാതിരി തന്നെ നല്ലൊരു മാറ്റം ഞങ്ങളുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിലൊരു സ്ത്രീകളെ പോലെ തന്നെ ആരോടൊന്നും കൂട്ടുകൂടാൻ പോവാതെ അതെങ്ങനെ വിശ്വസിക്കും? കുട്ടികൾ അങ്ങനെ മൂലക്കൊക്കെ ഇരിക്കുമോ? ഒരു കൂട്ടും അങ്ങനെ ഒരു സൗഹൃദ ബന്ധമൊന്നും അങ്ങനെ വേണ്ടോളം ഉണ്ടായിരുന്നില്ല. എന്നാലും ഇങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് നല്ല രീതിയിൽ എല്ലാവരുമായി നല്ല സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും
ഒപ്പം തന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ മൊബൈലിൻ്റെ ദുരുപയോഗം എത്രത്തോളം കുറക്കാമെന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങൾ ഇവരുടെ ബോധവൽക്കരണ ക്ലാസ്സിലൂടെയും ക്യാമ്പയിൻ മുഖേനയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇപ്പോൾ പറഞ്ഞ വരുന്ന ബാൻഡ്, അതുപോലെ തന്നെ ഒട്ടനവധി പഠനയാത്രകൾ, പഠനം എങ്ങനെ സുഗമമാക്കാൻ സംബന്ധിച്ച് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, അങ്ങനെ തുടങ്ങിയ പഠന കളരികൾ, ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇന്ന് CDS നടത്തി വരുന്നുണ്ട്. അങ്ങനെ കുട്ടികളുടെ കയ്യിലൊക്കെ ധാരാളമായിട്ട് മൊബൈൽ ഉണ്ടോ? അതാണ് എനിക്ക് കുട്ടികളിലും ഉണ്ടോ? മാറി വരുന്ന കാലമല്ലേ, അപ്പൊ കുട്ടികളുടെ കയ്യിലും മുതിർന്നവരുമായി എല്ലാവരും ടച്ച് സെറ്റും പിടിച്ച് നടക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലമല്ലേ. അല്ല, ഒരർത്ഥത്തിൽ ശരിക്കും അച്ഛനമ്മമാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ തന്നെ പറയുന്നത്. അജിത്തിന് മൊബൈൽ ഉണ്ടോ? എനിക്ക് മൊബൈൽ ഇല്ല. സ്കൂളിൽ മൊബൈൽ കൊണ്ടുപോകാൻ അനുവാദം ഉണ്ടോ? ഇല്ല, കൊണ്ടുപോകാൻ അനുവാദമില്ല. സ്കൂളിൽ അപ്പൊ സ്കൂളിൽ കണ്ടു കഴിഞ്ഞാൽ മാഷ്മാർ പിടിക്കോ? പിടിക്കും. ക്ലാസ്സിൽ മൊബൈലുള്ള എത്ര കുട്ടികളുണ്ട് മൊത്തത്തില്? ക്ലാസ്സിൽ സ്വന്തം മൊബൈലല്ല 10 പേരുണ്ടാവും. 10 പേരുണ്ടാവും. അടുത്ത ആള് എന്ത് ചെയ്യുന്നു? സെക്രട്ടറി അല്ലേ? സെക്രട്ടറി പറയൂ. ഈ ബാലസഭയിലൊക്കെ പോയ സമയത്ത് എൻ്റെ വിചാരം ചേട്ടന്മാരൊക്കെ ഒക്കെ ചേർന്ന് കളിക്കാനായിരുന്നു. പക്ഷേ ബാലസഭ എത്തിയ ശേഷമാണ് മനസ്സിലായത് പിന്നെ ഇപ്പോൾ സ്വയം മനസ്സിലാക്കാനും സ്വന്തം വ്യക്തിത്വം പ്രകടിപ്പിക്കുവാനും സംഘടിത പ്രവർത്തനങ്ങളിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നേടാനുള്ള ഒരു വേദിയാണ് ബാലസഭ എന്ന് മനസ്സിലായി. ഭയങ്കര പ്രസംഗം. കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. എന്നിട്ട് പിന്നെ ഒരുപാട് ക്യാമ്പുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം, പക്ഷെ ഞാൻ മൊബൈൽ ഫോണിൽ അങ്ങനെ ചെയ്യാറുന്നില്ല. പിന്നെ ക്യാമ്പുകളിൽ പോകുമ്പോൾ ഞാൻ അമ്മയുടെ മൊബൈലും കൊണ്ടാണ് പോകുന്നത്. ചിലപ്പോൾ അത്യാവശ്യം വന്നെങ്കിൽ വിളിച്ചു പറയാൻ വേണ്ടി. നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെ സ്കൂള് ഏത് സമയത്താണ് ഇതൊക്കെ നടത്തുന്നത്? ശനി ഞായറാണോ? ശനി ഞായറും. പിന്നെ മാസത്തിൽ 2 ശനിയാഴ്ച ഞങ്ങളുടെ ബാലപഞ്ചായത്ത് യോഗം ചെയ്യാറുണ്ട്. അന്യമാവുന്ന കാവുകളെ കുറിച്ചും ഒപ്പം പള്ളങ്ങൾ, തുരങ്കങ്ങൾ എന്നിവ സംബന്ധിച്ച് ഷോർട്ട് ഫിലിമുകളാണ് എടുത്തത്. അത് നിങ്ങളുടെ കുട്ടികൾ തന്നെ ചെയ്തതാണോ? കുട്ടികളും ഈ CDSന്റെ പ്രവർത്തകരും ഒപ്പം പഞ്ചായത്തിന്റെ ഭാരവാഹികളും ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ ഈ തൊഴിലുറപ്പിന്റെ ആരെങ്കിലും ഉണ്ടോ? 4722 ആൾക്കാർക്ക്, കുടുംബങ്ങൾക്ക് നമുക്ക് തൊഴിൽ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു നേട്ടാണ് തൊഴിൽ രംഗത്ത്. എത്ര പേർക്ക് യഥാർത്ഥത്തിൽ തൊഴിലിന് വന്നു? ഈ 4785. കഴിഞ്ഞ വർഷം എത്ര തൊഴിൽ കൊടുത്തു എന്ന് വല്ല ഓർമ്മയുണ്ടോ? അത് കണക്കില്ല. എന്നാലും എങ്ങനെയാ 10-50 ദിവസം കിട്ടുമോ ഒരു വർഷം? ഒരു വർഷം അല്ല, പിന്നെ 100 പണി കിട്ടുന്നുണ്ട്. 303 ആൾക്കാർക്ക് നമ്മൾ തൊഴിൽ ദിനം 100 തൊഴിൽ ദിനം പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി. 2000 ശിലാനത്തിൽ 300 ശിലാന ആൾക്കാർക്ക്, ബാക്കിയുള്ളവർക്ക് 50-80 ഇടയിൽ പണി പൂർത്തീകരിച്ചു കൊടുക്കാം. അത് തോട്ടത്തിന് മണ്ണിടുന്നത്, പിന്നെ അതുപോലെ തന്നെ ഓവുചാല്, പിന്നെ അതേപോലെ തന്നെ വീടിന് തറ നിർമ്മിക്കുന്നത്, പിന്നെ അതേപോലെ തന്നെ സ്കൂൾ ഗ്രൗണ്ടിന് മണ്ണ് ഇട്ട് കൊടുക്കുന്നത്, കളിസ്ഥലം ഉണ്ടാക്കുന്നത്, പിന്നെ കുളം നിർമ്മാണം, കിണർ നിർമ്മാണം, ഇങ്ങനെ കാര്യങ്ങളെല്ലാം സോളിംഗ് അടക്കം നമ്മൾ ചെയ്ത് നമ്മളെ പഞ്ചായത്തിനകത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ പൊതുവെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം അവിടെയുള്ള വീട്ടിലെ കുടുംബാംഗങ്ങൾ, പുരുഷ കുടുംബാംഗങ്ങൾക്ക് അവരുടെ സമീപനത്തിൽ വ്യത്യാസം കഴിഞ്ഞ വർഷങ്ങളായിട്ട് തോന്നിയിട്ടുണ്ടോ പൊതുവെ എല്ലാവർക്കും? പണ്ട് കാലത്ത് നമുക്ക് ഒരു എപ്പോഴും താഴെത്തട്ടിലാണ് നമ്മ ഉണ്ടായത്. പണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മ ഏത് കാര്യങ്ങളും പറയുമ്പോൾ നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്, എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ നമ്മ ഇതാക്കണം. എന്റെ വീട്ടിലെ അവസ്ഥ ഞാൻ പറയുന്നത്, പരസ്പരം രണ്ടാളും ചർച്ച ചെയ്ത് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കല്ലോ. രണ്ടാളും കൃത്യമായ ഒരു ധാരണയോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത്ര ആ ഒരു രീതിയിലാണ് ഇപ്പൊ ഒരു ഏകദേശം ആൾക്കാർക്കും എൻ്റെ ഒരു ഏകദേശം കാഴ്ചപ്പാടിൽ ഞാൻ ഇങ്ങനെ പൊതുവായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. നമ്മളെ ട്രൈബൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ MLP പ്രവർത്തനം കഴിഞ്ഞ ശേഷം ഒരുപാട് പുരുഷന്മാർക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയെ ഞാൻ നിർബന്ധമായും ഇങ്ങനെയുള്ള പൊതുപ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ കുടുംബശ്രീ രംഗത്ത് നിർബന്ധമായി വിടുന്നില്ല കാര്യങ്ങൾ പോലും കോളനി പ്രദേശത്തിലെ പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ആ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. ബേഡെടുക്ക CDSലെ ഈ കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമായി നമ്മൾ കേട്ടു, ഇവർ തന്നെ കേട്ട കഥയാണ്. ഒരു സാധാരണക്കാരി മദ്യത്തിന്റെ വിപത്തു മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. അവരുടെ മകൾ സ്റ്റേറ്റ് മെഡിക്കൽ എൻട്രൻസിൽ 17ാം റാങ്കോടുകൂടി ജയിച്ച് മുന്നേറുന്നു. തീർച്ചയായും അതിന് ഈ കൂട്ടായ്മ ഏതെങ്കിലും തരത്തിലൊരു കാരണമായിട്ടുണ്ട് എങ്കിൽ വലിയ അഭിനന്ദനം ഇവർ അർഹിക്കുന്നു. ജഡ്ജസ് നല്ലൊരു കയ്യടി.
ഇനി നിങ്ങളുടെ ഈ മികച്ച പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വിധികർത്താക്കൾ നൽകുന്ന മാർക്ക് എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യം 25-ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ണൻ മാഷ്. ബേഡെടുക്ക അതെ, ബേഡെടുക്കയുടെ വർത്തമാനങ്ങളൊക്കെ കേട്ടു. വളരെ പ്രശംസനീയമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അപ്പരൽ പാർക്ക് മാതിരിയുള്ള സംരംഭങ്ങൾ, പിന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അവർക്ക് വായ്പ വാങ്ങിക്കൊടുത്തത്, തെങ്ങ് കയറ്റ പരിശീലനം, അങ്ങനെ അനവധി പരിശീലനങ്ങൾ. നേരത്തെ പറഞ്ഞമാതിരി ഇതെല്ലാം തന്നെ കുടുംബശ്രീ കൂട്ടായ്മയുടെ ഫലമായി നാടിന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം, ആത്മവിശ്വാസം ഒക്കെ വന്നിട്ടുണ്ട്. അതാണ് പ്രധാന മാറ്റം. അല്ലാതെ എത്ര തെങ്ങിൽ കയറി എത്ര അപ്പരൽ യൂണിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല, അതാണ് ഞങ്ങൾ നോക്കുന്നത്. എൻ്റെ മാർക്ക് 25-ൽ 15. 25-ൽ 15 മാർക്കാണ്. 25-ൽ ഞാൻ കൊടുത്തു 17 മാർക്സ്. 25-ൽ 17 മാർക്ക്. മിനി മാം. വളരെ നല്ല ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു നിങ്ങളുമായിട്ടുണ്ടായത്. പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളുടെ ജീവിതത്തിന് വന്ന മാറ്റം, അതിനുവേണ്ടി CDS നൽകുന്ന ഒരു പിന്തുണ, അതൊക്കെ എനിക്ക് വളരെയധികം ആകർഷകമായി, വളരെ സന്തോഷം തോന്നി. ഞാൻ നൽകുന്നത് 25-ൽ 16 മാർക്ക്. 25-ൽ 16 മാർക്ക്. സരിത മാം, 15-ൽ എത്ര മാർക്കാണ്? ജീവിത രീതിയിൽ പ്രത്യേകിച്ച് എനിക്ക് അതിൽ ഏറ്റവും ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പുറമെ എനിക്ക് അതിൽ ഏറ്റവും ഇംപ്രസ് ചെയ്ത ഭാഗം ഈ നിങ്ങളുടെ അപ്പാരൽ പാർക്കിൽ നിങ്ങളൊരു ഒരു ഒരു പ്രത്യേക ഗാർമെൻറ്റ്, അടിവസ്ത്രങ്ങൾ എന്നുള്ളൊരു മാർക്കറ്റ് കണ്ടെത്തി അതിൽ തന്നെ കേന്ദ്രീകരിച്ച അതിൽ കൂടുതൽ അത് മാർക്കറ്റ് ചെയ്തത്, പ്രത്യേകിച്ച് അവർക്ക് ആത്മവിശ്വാസം ഉറപ്പിക്കാൻ, അതുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ അവർ കാണിച്ച അവരുടെ ജീവിതത്തിൽ അതിലുണ്ടായ മാറ്റങ്ങൾ, വ്യക്തിത്വത്തിലുണ്ടായ മാറ്റങ്ങൾ, അതൊക്കെയാണ് കൂടുതൽ ഇംപ്രസ് ചെയ്തത്. 15-ൽ 10. 15-ൽ 10 മാർക്ക്. മധു സർ. ഒരുപാട് സന്തോഷമുള്ള ഒരു കുടുംബശ്രീ യൂണിറ്റിനെ കാണാൻ കഴിഞ്ഞു. സത്യത്തിൽ ഒരു പ്രദേശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ശരിക്ക് ബേഡെടുക്ക എന്ന വാക്കിൻ്റെ അർത്ഥം നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ മുളങ്കാടുകൾ നിറഞ്ഞ കുന്നിൻ പ്രദേശം എന്നുള്ളതാണ്. അപ്പം അതൊരു പഴയ കഥയാണ്. അപ്പം അത്തരൊരു പ്രദേശത്ത് നിന്ന് സംഗീതമറിയുന്ന, കാരണം മുളങ്കാടുകൾ എപ്പോഴും സംഗീതമുണ്ടാക്കുന്ന സ്ഥലമാണ്, അത്തരം സംഗീതമറിയുന്ന നന്മയുള്ള ഒരുപറ്റം ആളുകൾ. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് ഒരു വിപത്തിൽ നിന്ന് മരണത്തിന് മാറിയിട്ട് അവിടെ നിന്നും ഉണർന്നു വന്ന വേറൊരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷകൾ നൽകുന്നതാണ്. ആ പ്രതീക്ഷകൾക്ക് 10-ൽ 7 മാർക്ക്. ബേഡെടുക്ക CDSന് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 65. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. പല കുടുംബങ്ങൾ ഒരു കുടക്കീഴിൽ ഉറച്ച മനസ്സോടെ മുന്നോട്ട് കുതിക്കുമ്പോൾ ഫലം വിജയം മാത്രം. പെൺപെരുമയുടെ പുത്തൻ ഏടുകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. എള്ളുള്ളേര് എള്ളുള്ളേര് മാണിനങ്കര്, എള്ളുള്ളേര് എള്ളുള്ളേര് മാണിനങ്കര്, വിരട്ട്പെട്ട് ദുണ്ടുകയാ മാണിനങ്കര്, വിരട്ട്പെട്ട് ദുണ്ടുകയാ മാണിനങ്കര്. താനെ തന്നാനെ തന്നാനാനെ, തനെ താനെ തന്നാനെ തന്നാനാനെ, താനെ തന്നാനെ തന്നാനാനെ, തനെ താനെ തന്നാ